ആത്മാ നമസ്തേ. അത് നല്ല ചോദ്യം. ആ ആരാ ചോദിച്ചത്? ഓക്കെ, ആരായാലും നല്ല ചോദ്യം. എന്തിന് ഹീല് ചെയ്യുന്ന ആൾക്കാർ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം, ഹീല് ചെയ്യാത്ത ആൾക്കാർ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം? ഇനി എല്ലാവരും ഹീല് ചെയ്യണം. എന്നാൽ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഹീല് ചെയ്യുന്നവര് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം? ഡെഫിനറ്റ്ലി ഒരു ഹീലറുടെ എഫിക്കസി, അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം പവർഫുൾ ഹീലർ ആണ് എന്നുള്ളത് ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഫക്റ്റഡ് പാർട്സും പാർട്ട് ഓർ പാർട്സും അതേപോലെ തന്നെ അഫക്റ്റഡ് ചക്രാസും എത്രമാത്രം ആഴത്തിൽ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ബേസിക് പ്രാണിക് ഹീലിംഗിൽ നമ്മൾ ക്ലെൻസിങ്ങിന്റെ ബേസിക് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. അതിനെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് അയാളുടെ ഹീലിംഗിന്റെ പവർ വർദ്ധിക്കും, ക്ലെൻസ് ചെയ്യാനുള്ള പവർ വർദ്ധിക്കും അദ്ദേഹം അഡ്വാൻസ് പ്രാണിക് ഹീലിംഗിലേക്ക് വരുമ്പോൾ. കാരണം അവിടെ കളർ പ്രാണകൾ ഉപയോഗിക്കാൻ നമുക്ക് താരതമ്യേന വളരെ വേഗത്തിൽ ചക്രാസും അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്സും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രാണിക് ക്രിസ്റ്റൽ ഹീലിംഗിലേക്ക്, പ്രാണിക് സൈക്കോതെറാപ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനും കൂടുതലായിട്ട് ഇമോഷൻസ്, തോട്ട്സ്, അതേപോലെ തന്നെ മറ്റ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. അത് കൂടുതൽ അവരെ ആഴത്തില് ചക്ര ശുദ്ധീകരിക്കുന്നതിനും വലിയ അളവില് ഹീലിംഗ് സംഭവിക്കുന്നതിനൊക്കെ അത് കാരണമാവും. ഇനി പ്രാണിക് സൈക്കോതെറാപ്പിയിൽ നമ്മൾ ചക്രയുടെ വേറൊരു ഫേസ് ആയിട്ട്, നമ്മൾ ചക്രയുടെ ഒരു പാർട്ടായിട്ട് പ്രൊട്ടക്റ്റീവ് വെബ് ക്ലെൻസ് ചെയ്യാൻ പഠിക്കും. പ്രൊട്ടക്റ്റീവ് വെബിനെ കുറിച്ച് പഠിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബേസിക്കിൽ നിന്നും അഡ്വാൻസ് സൈക്കോതെറാപ്പി ആ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ചക്ര ക്ലീൻ ചെയ്യാനുള്ള, വളരെ ഡീപ്പായിട്ട് ചക്ര ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഇനി എന്തുകൊണ്ട് ക്രിസ്റ്റൽ ഹീലിംഗ് പറയുമ്പോൾ, ക്രിസ്റ്റൽ ഹീലിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ചക്രയുടെ റൂട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം, ചക്രയുടെ സ്റ്റെം എങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതെല്ലാം പഠിക്കും. അതിലുപരിയായിട്ട് ഈ ക്രിസ്റ്റൽസ് എന്ന് വരുന്ന എനർജി പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള എനർജിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. സോ വളരെ ഷാർപ്പായിട്ട് മൈക്രോ ലെവലിൽ നമുക്കൊരു ചക്രയും അഫക്റ്റഡ് പാർട്സും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് നമുക്ക് ക്ലെൻസിങ് ചെയ്യാൻ, ശക്തമായിട്ടുള്ള ക്ലെൻസിങ്, ആഴത്തിലുള്ള വളരെ ഡീപ്പർ ആയിട്ടുള്ള ക്ലെൻസിങ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം. സോ അതുകൊണ്ട് ഹീലേഴ്സ് എന്ത് ചെയ്യണം? ഹീലേഴ്സിന് ക്രിസ്റ്റൽ ഹീലിംഗ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഹീൽ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു, ബേസിക്കിൽ നിന്ന് അഡ്വാൻസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീലിംഗ് പവർ എത്രയോ മടങ്ങായിട്ട് വർദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഇവിടെ പറയാം, നിങ്ങൾ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കുന്ന വഴി 200 മടങ്ങായിട്ട് നിങ്ങളുടെ ഹീലിംഗ് പവർ വർദ്ധിക്കുന്നു. 200 മടങ്ങായിട്ട് ഹീലിംഗ് പവർ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ, ആ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് 200 മടങ്ങ് വർദ്ധിക്കുന്നത് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഹീൽ ചെയ്യുന്ന എല്ലാവരും തന്നെ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം. നമുക്ക് വളരെ വേഗത്തില്, വളരെ ഫലപ്രദമായിട്ട്, ഇഫക്റ്റീവ്ലി, ഈസിലി വേറൊരാളെ ഹീൽ ചെയ്യാൻ സാധിക്കും. അതും ക്രോണിക് ആയിട്ടുള്ള എയിൽമെന്റ്സ്, അതേപോലെ തന്നെ വളരെ എന്താ പറയാ കാലപ്പഴക്കമുള്ളത്, അതേപോലെ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള എയിൽമെന്റ്സ് ഒക്കെ തന്നെ. ഇനി ക്രിസ്റ്റൽസിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ, ഒന്ന് പറയുന്നതാണ്, ക്രിസ്റ്റൽസ് പറയുന്ന എനർജി കണ്ടൻസർ ആണ്. സോ ഈ ക്രിസ്റ്റൽസിന് എനർജി അബ്സോർബ് ചെയ്ത എനർജിയെ സ്റ്റോർ ചെയ്ത എനർജി അത് റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എനർജൈസ് ചെയ്യാനും ഒക്കെ ഈ ക്രിസ്റ്റലിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയും ക്രിസ്റ്റൽസ് എനർജി കണ്ടൻസർ ആണെന്ന് പറയും. ഇപ്പൊ എന്താണ്, ഒരു ഹീലർക്ക് ധാരാളം എനർജി ക്രിസ്റ്റൽ ഉപയോഗിച്ച് പ്രൊജക്ട് ചെയ്തൊക്കെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ചക്രൽ ആക്ടിവേറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ബൈ ഹോൾഡിങ് ദ ക്രിസ്റ്റൽ, നമ്മൾ ക്രിസ്റ്റൽ ഹോൾഡ് ചെയ്യുന്ന വഴി നമ്മുടെ ചക്രകളൊക്കെ ബിഗ്ഗർ ആവും. സോ ചക്രകളൊക്കെ ബിഗ്ഗർ ആവുന്ന സമയത്ത് നമ്മുടെ ഓറയും എനർജി ബോഡി ഓറയൊക്കെ ബിഗ്ഗർ ആവും, എക്സ്പാൻഡ് ചെയ്യും. സോ നമുക്ക് ധാരാളം നമുക്ക് റിസീവ് ചെയ്യാനും അത് ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് അത് രോഗിയിലേക്ക് പ്രൊജക്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ രോഗികളെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന്, ക്രിസ്റ്റൽസ് പറയുന്നത് പ്രോഗ്രാമബിൾ ആണ്. നമുക്ക് ക്രിസ്റ്റൽസിനെ പ്രോഗ്രാം ചെയ്യാം. നമുക്കൊരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗിൽ പറയും ശരീരത്തിന്റെ ഫിസിക്കൽ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ബോധമാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് എത്ര ബോധം ഉണ്ടെങ്കിലും ഒരാളുടെ നിർദ്ദേശങ്ങൾ നമുക്ക്
അത്ര കൃത്യമായിട്ടൊന്നും നമ്മൾ അനുസരിക്കില്ല. നമുക്ക് ബോധമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചേ ചെയ്യുള്ളൂ. അതേസമയത്ത് ക്രിസ്റ്റലിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റലിന് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശവും ക്രിസ്റ്റലിനെ മനസ്സിലാക്കാൻ, അത് ഫോളോ ചെയ്യാൻ സാധിക്കും. പക്ഷെ ക്രിസ്റ്റൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന നിർദ്ദേശങ്ങളെ, നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളെ ഒരിക്കലും ക്രിസ്റ്റല് അതിനെ എതിർക്കില്ല. അല്ലെങ്കിൽ ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽസിന് വില്ല് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ ക്രിസ്റ്റൽ അത് അനുസരിക്കും. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലിനെ നല്ലപോലെ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ നമുക്ക് നല്ലൊരു ടൂൾ ആയിരിക്കും ഹീൽ ചെയ്യാൻ വേണ്ടി. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഹീലേഴ്സിന് അവരുടെ ഹീലിംഗ് എത്രയോ മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന്റെ എത്രയോ പവർഫുൾ ആക്കാൻ സാധിക്കും. 200 മടങ്ങ് പവർഫുൾ ആക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാ ആൾക്കാരും ഹീലേഴ്സും ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം. പിന്നെ വീണ്ടും പറയുമ്പോൾ ക്രിസ്റ്റൽസിന്റെ, നമ്മൾ ക്രിസ്റ്റൽ ഹീലിംഗിലെ ക്രിസ്റ്റൽസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. ധാരാളം കളർ ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പൊ ഓരോ കളറിന്റെയും പ്രോപ്പർട്ടി വെച്ച് ഓരോ കളർ ക്രിസ്റ്റലിന്റെയും എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, ഇത് നമുക്ക് ഈ നമ്മുടെ ജെം സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മറ്റ് രത്നങ്ങളും ഈ കല്ലുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കാം. സാധാരണ ആളുകൾ അവരുടെ ഈ രത്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ ഓറ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ആകെ ഇന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് അതില് ആസ്ട്രോളജിയാണ്. അതിൽ ഈ ജേംസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന രത്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ്. കാരണം ഒരു നക്ഷത്രത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ജ്യോതിഷപ്രകാരം തന്നെ വളരെ 5% ഒക്കെയാണ് ഒരാളിൽ ഉണ്ടാവുക. അതേ സമയത്ത് നല്ല എന്താ പറയാ നല്ല അറിവുള്ള ജ്യോതിഷ്യന്മാരാണെങ്കിൽ അവര് ഗ്രഹനില മുഴുവൻ പരിശോധിച്ചിട്ട് എന്തെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനക്കുറവുണ്ട്, ഏതെല്ലാം ഗ്രഹങ്ങളെ ശക്തിപ്പെടുത്തണം, ഇങ്ങനെയൊക്കെ അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും അറിവുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ജ്യോതിഷ്യന്മാർക്കൊക്കെ അത് സാധിക്കും. അത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട രത്നങ്ങളോ അവർക്ക് വേണ്ട കല്ലുകളൊക്കെ കൃത്യമായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്ത് കിട്ടുക പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. കാരണം കൃത്യത എന്ന് പറയുമ്പോഴാണ്, അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ആളുകളെ കുറച്ച് പറയുന്നതല്ല. പക്ഷെ ഇവിടെ ക്രിസ്റ്റൽ ഹീലിംഗിൽ വരുമ്പോൾ ഈ നമ്മൾ ഈ ക്രിസ്റ്റൽസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കളേഴ്സിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 6 കളേഴ്സ്, 5-6 കളേഴ്സിലൂടെ നമുക്ക് ഈ ക്രിസ്റ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാൻ പറ്റുമ്പോൾ ഓരോ ആൾക്കാർക്കും അവർ എന്ത് എനർജിയാണ് ലാഗ് ചെയ്യുന്നത്, അവർക്ക് ഈ ടൈമിൽ എന്ത് എനർജിയാണ് ആവശ്യം, ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കളറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒരാൾക്ക് ക്രിസ്റ്റൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്റ്റോൺസ് ഏതാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഇൻ ജനറൽ എനിക്ക് ഏത് സ്റ്റോൺ ആണ് ആവശ്യം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഏത് സ്റ്റോൺ ഞാൻ ധരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ കോൺസിക്രേഷൻ ഓഫ് ക്രിസ്റ്റൽസ് കോൺസിക്രേറ്റ് ചെയ്യുക. സോ ക്രിസ്റ്റൽസിലേക്ക് നമ്മൾ ഡിവൈൻ എനർജി നടക്കുക, അതിനെ നമ്മൾ ചൈതന്യവൽക്കരിക്കുക പറയുന്ന ഒരു പ്രോസസ്സ്. സോ ഈ ക്രിസ്റ്റൽസിന്റെ കോൺസിക്രേഷൻ നിങ്ങൾ പഠിക്കുന്ന വഴി ക്രിസ്റ്റൽസ് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റും നിങ്ങൾക്ക് കോൺസിക്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് അതൊരു വലിയ അറിവാണ്. നമുക്ക് ഏത് ഒബ്ജക്റ്റിനെയും നമുക്ക് ചൈതന്യവൽക്കരിക്കാൻ സാധിക്കുക, അതിനെ ആശീർവദിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഡിവൈൻ എനർജി നൽകുക. അപ്പൊ അതിന്റെ എത്രയോ മടങ്ങായിട്ട് അതിന്റെ പവർ വർദ്ധിപ്പിക്കുക. ഇതൊന്നും നിസ്സാര കാര്യമല്ല. അപ്പോൾ കോൺസിക്രേഷൻ ഓഫ് ക്രിസ്റ്റൽസ് ആണ് മറ്റൊരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടീച്ചിങ്സ് നമുക്ക് ഈ ക്രിസ്റ്റൽ ഹീലിംഗിലൂടെ പഠിക്കുന്നത്. ഇനി ഹീൽ ചെയ്യുന്ന ആൾക്കാർ എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഹീലിങ്ങിന് വല്ല അലസത അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഹീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് ഒരാളെ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്രിസ്റ്റൽ വേറൊരാളെ ഹീൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരേ സമയം 2 ആളെ ഹീൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 2-3 ക്രിസ്റ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് 2-3 ആൾക്കാരെ ഹീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേറൊരാളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. സോ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. നിങ്ങൾ എന്തിന് ഒരു ഹീലർ ആയിട്ടുള്ള ആളെ എന്തിന് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായത്, ഞാൻ ഹീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാര്യമായ ഹീലിംഗ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിന് ഞാൻ പ്രാണി ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കണം എന്നുള്ളത്. നല്ല ചോദ്യം എന്തായാലും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഘടകമാണ്. ഒന്ന്, ക്രിസ്റ്റൽസ് നമ്മൾ പറഞ്ഞു എനർജി കണ്ടൻസർ ആണെന്ന്. അപ്പൊ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹീലർക്ക് ക്രിസ്റ്റൽ ഉപയോഗിച്ച് എനർജി റിസീവ് ചെയ്ത് ക്രിസ്റ്റൽ ഉപയോഗിച്ച് എനർജി
ആ ക്രിസ്റ്റൽ ഉപയോഗിച്ച് എനർജി റിസീവ് ചെയ്ത് ക്രിസ്റ്റൽ എനർജി സ്റ്റോർ ചെയ്ത് പല ആവശ്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും ഈ എനർജി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അവർക്ക്. അപ്പോ ഹീലിംഗിന് മാത്രമല്ല, അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് എനർജൈസ് ചെയ്യണം. ഓഫീസ് എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്റ്റല് ക്ലീൻ ചെയ്ത് എനർജൈസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിന്റെ എനർജി വർദ്ധിക്കും, അതിന്റെ പവർ വർദ്ധിക്കുമ്പോൾ ആ ഒരു സ്വാധീനം നിങ്ങളുടെ ഓഫീസിനുണ്ടാവും, നിങ്ങളുടെ വാഹനത്തിനുണ്ടാവും, നിങ്ങളുടെ വീടിനുണ്ടാവും. ഇതൊക്കെ ഇനി നമുക്ക് ക്രിസ്റ്റൽസ് പ്രോഗ്രാം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പല പർപ്പസിന് വേണ്ടി ക്രിസ്റ്റൽസ് പ്രോഗ്രാം ചെയ്യാം. നമ്മളെ ഹീലിംഗിന് വേണ്ടി ക്രിസ്റ്റൽസിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഹീലിംഗിനെ ക്രിസ്റ്റൽസിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ക്രിസ്റ്റൽസിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ നമുക്ക് സാധിക്കും. സോ എന്തുകൊണ്ട് ഹീലിംഗ് ചെയ്യാത്ത ആൾക്കാർക്കും എന്തുകൊണ്ട് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കാം എന്നുള്ളതിന്റെ ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ചക്രൽ ആക്ടിവേറ്റഡ് ആണ് ക്രിസ്റ്റൽസ് എന്ന്. നിങ്ങൾ ക്രിസ്റ്റൽസ് ധരിക്കുന്നത് വഴി നിങ്ങളുടെ ചക്രകൾ ആക്ടിവേറ്റഡ് ആവും. ഇനി ക്രിസ്റ്റൽസിന്റെ ഒരു പ്രത്യേകത, ക്രിസ്റ്റൽസ് വഴി നമ്മുടെ ചക്രകൾ ആക്ടിവേറ്റഡ് ആവുമ്പോൾ എല്ലാ ചക്രകളും ആക്ടിവേറ്റഡ് ആവും. എല്ലാ ചക്രവും ബിഗ്ഗർ സൈസിലേക്ക് വരും. അതേ സമയത്ത് ലോവർ ചക്രകൾ കുറച്ച് കൂടുതൽ ബിഗ്ഗർ ആവും. അപ്പർ ചക്രകൾ അപേക്ഷിച്ച് ലോവർ ചക്രകൾ കുറച്ച് കൂടുതൽ ബിഗ്ഗർ ആവും. സോ ലോവർ ചക്രകൾ കൂടുതൽ ബിഗ്ഗർ ആവുന്നത് വഴി നമ്മുടെ അപ്പർ ചക്രകൾ ഉണ്ടായിട്ടുള്ള എക്സ്പാൻഷൻ, അത് നമ്മുടെ ആത്മീയമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ഉണ്ടായിട്ടുള്ള എക്സ്പാൻഷൻ നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പ്രകടമാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഉണ്ടായിട്ടുള്ള അറിവ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ പ്രകടമാവാൻ തുടങ്ങും, നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മളെ ലോവർ ചക്രകൾ, മാനിഫെസ്റ്റേഷന്റെ ചക്രകൾ, ഫിസിക്കൽ മാനിഫെസ്റ്റേഷന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷന്റെ ചക്രകൾ സ്ലൈറ്റ്ലി എക്സ്പാൻഡഡ് ആയിരിക്കും കമ്പയർ ടു, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആക്ടിവേറ്റഡ് ആയിരിക്കും കമ്പയർ ടു അപ്പർ ചക്രാസ്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ അത് നല്ല ആരോഗ്യവും പ്രോസ്പെരിറ്റിയും അതേപോലെ തന്നെ മെറ്റീരിയൽ ഫൈനാൻഷ്യൽ അച്ചീവ്മെന്റ്സ് ഒക്കെ ആയിട്ട് പ്രകടമാവുന്നതിന് അത് കാരണം. മറ്റൊന്ന് ചക്രൽ കണ്ടൻസർ ആണ്, പ്രോഗ്രാമബിൾ ആണ്. പ്രോഗ്രാമബിൾ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഹീലിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ക്രിസ്റ്റൽസിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഇനി ഹീല് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്കാണ് ഹീലിംഗ് ചെയ്യാൻ മടിയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ക്രിസ്റ്റൽ ഹീലിംഗ് ആവശ്യം. കാരണം എന്താണ്, അവർക്ക് ക്രിസ്റ്റൽസ് പ്രോഗ്രാം ചെയ്തിരിക്കുക, അവർ ഹീൽ ചെയ്യണ്ട. ഇനി മുതൽ ക്രിസ്റ്റൽ ഹീൽ ചെയ്തോളൂ. ക്രിസ്റ്റൽ നമുക്ക് വേണ്ടി ഹീൽ ചെയ്യും. സോ അതെങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കി ഹീലിംഗ് ക്രിസ്റ്റൽ ചെയ്തോളും. നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്യുക, ക്രിസ്റ്റൽ ചെയ്തോളും ബാക്കിയുള്ള ഹീലിംഗ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സോ അത് ഹീലേഴ്സിനും ഹീല് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും തീരെ ഹീൽ ചെയ്യാത്തവർക്കൊക്കെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, സോ ഇതിലൊക്കെ ഉപരിയായിട്ട് ക്രിസ്റ്റൽ ഹീലിംഗിൽ ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള നമ്മൾ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. സോ ഞാൻ പറഞ്ഞു ഓരോ ക്ലാസ്സിലും ഓരോ ബേസിക് അഡ്വാൻസ് ടു സൈക്കോതെറാപ്പി ടു ക്രിസ്റ്റൽ ഹീലിംഗ്, ഇങ്ങനെ പ്രാണി ഹീലിംഗിന്റെ 6 ലെവൽസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ അതൊരു എന്താ പറയാ, ഒരു വലിയ അച്ചീവ്മെന്റ്. ഇത് 6th ലെവലിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ പ്രാണി ഹീലിംഗിന്റെ 6 ലെവൽസ് നിങ്ങൾ ക്രിസ്റ്റൽ ഹീലിംഗോട് കൂടി കഴിയും. സോ ഈ 6ാമത്തെ ലെവലിൽ ഞാൻ പറഞ്ഞു, ഈ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിക്കുമ്പോൾ, ക്രിസ്റ്റൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ക്രിസ്റ്റൽസ് നമ്മൾ ധരിക്കുമ്പോൾ, ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഹീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ചക്രകൾ വലിയ അളവിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ചക്രകൾ ബിഗ്ഗർ ആവുന്നതനുസരിച്ച് നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, നമ്മുടെ മെന്റൽ ഇമോഷണൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പർ ചക്രകളെ അപേക്ഷിച്ച് ലോവർ ചക്രകൾ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ നമുക്ക് അപ്പർ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉയർന്ന ബോധം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ആ ഉയർന്ന ബോധത്തെ നമുക്ക് വലിയ അളവില് ഫിസിക്കലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോവർ ചക്രകൾ കൂടെ ബിഗ്ഗർ ആയിരിക്കണം. അപ്പൊ എന്താണെന്ന് അറിയോ, ഇൻകാർണേറ്റഡ് സോൾ ആയിട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന മാനസികമായുള്ള സാഹചര്യങ്ങൾ, വൈകാരികമായ സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ, ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങളെ കൂടുതൽ ആഴത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ ചക്ര കണ്ടീഷൻ നമ്മളെ സഹായിക്കും. അത് ഭൗതികമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോവർ തലത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ ചക്ര കണ്ടീഷൻ നമ്മളെ സഹായിക്കും. സോ ഇൻകാർണേറ്റഡ് സോളിന്റെ, ജീവാത്മാവിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ദൗത്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ അനുഭവങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാ, അല്ലെങ്കിൽ അനുഭവങ്ങൾ ആർജിക്കുക എന്നുള്ളതാ. അനുഭവങ്ങൾ ഉണ്ടായാൽ പോരാ, ഉണ്ടായ അനുഭവങ്ങളെ
നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്കത് രജിസ്റ്റർ ചെയ്യാനും റിയലൈസ് ചെയ്യാനും വേണ്ടി സാധിക്കണം. അതിന് സഹായിക്കുന്ന തരത്തിലുള്ളൊരു ചക്ര കണ്ടീഷനിലേക്ക് പ്രാണി ക്രിസ്റ്റൽ ഹീലിംഗിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ച 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ. സോ എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും തന്നെ പ്രാണി ക്രിസ്റ്റൽ ഹീലിംഗ് കോഴ്സ് ചെയ്യാം. 6th June 2026 അറ്റ് കോഴിക്കോട്. പ്രാണി സൈക്കോതെറാപ്പി കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 30-31 ഈ മെയ് 30-31 പ്രാണി ക്രിസ്റ്റൽ സൈക്കോതെറാപ്പിയുടെ ക്ലാസ്സും വരുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. സോ മറ്റെന്തെങ്കിലും ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.